അപ്പോൾ ഇത് നമ്മുടെ ബോക്സിംഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ആകെ 3 വീഡിയോയെ ചെയ്യുന്നുള്ളൂ. ബോക്സിംഗ് സീരീസിൽ ആകെ ഞാൻ 3 ചെയ്യുന്നുള്ളൂ. നമ്പർ 1 സ്റ്റാൻസ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പെൻഡുലം സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഹിപ്പ് റൊട്ടേഷനിൽ വർക്കൗട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിക് സ്റ്റാൻസ്, ബേസിക് ഫോർവേഡ് ബാക്ക്വേർഡ് സൈഡ് വൈസ് മൂവ്മെന്റ്. ബോക്സിംഗ് സീരീസിലെ ഈ രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, വാമപ്പ്. അതായത് നമ്മളിപ്പം പഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബോഡി ഫുള്ള് നല്ല രീതിക്ക് വാം ആയില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന മസിൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇഞ്ചേർഡ് ആകാൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ വാം ചെയ്തെടുക്കുകയാണ് നമ്മുടെ ബോഡിയെ വേണ്ടത്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വാമപ്പ് ചെയ്യാം. അത് തന്നെ സാധാരണ നമ്മളിപ്പം ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോർട്സ് ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള രീതികളിലായിട്ടുള്ള വാമപ്പ് ഉണ്ട്. അവരുടെ ഓരോ മസിൽസിനെയും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാമപ്പാണ്. നമ്മളിപ്പോൾ ഇത് ഒരു കോമ്പാക്ട് സ്പോർട്ട് അല്ലെങ്കിൽ ഈ ബോക്സിങ്, കിക്ക് ബോക്സിങ്, മുവത്തായി ഒക്കെ അതുപോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വാമപ്പ് വേണം നമ്മൾ കൊടുക്കാൻ. ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ലെഗ്സ്, പിന്നെ നമ്മുടെ ഷോൾഡർ മസിൽസ്, പിന്നെ നമ്മുടെ ഹിപ്പ് മസിൽസ്. അപ്പോൾ ഹിപ്പ് മസിൽസിനും ആ ഒരു ലെഗ്സിൻ്റെയും ആ നീടെയൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ ആ സ്റ്റാൻസിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് നമുക്ക് ഏകദേശം ആ ഒരു വാമപ്പ് റൂട്ടീൻ നമുക്കത് കിട്ടി. അതും ഒരു തരം ഒരു വാമപ്പാണ്. അത് ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ, 20 കൂടുതൽ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒന്ന് വാമാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടാവും. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമല്ല, നമ്മുടെ സ്റ്റാമിനയും നമ്മുടെ എൻഡ്യൂറൻസും കൂടി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതേസമയം ഒരേ സമയം നമ്മുടെ മസിൽസിനെ ഒന്ന് ഫോം ആക്കി എടുക്കാനും കൂടിയും പറ്റിയ ഒരു വർക്കൗട്ട് സെഷനാണ്. വേറെ ഒന്നുമല്ല, ആകെ 2 സംഭവമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം അധികം ഈ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വാമപ്പ് ചെയ്ത് നമ്മളെ സമയം കളയേണ്ട കാര്യമില്ല. ആകെ 10 മിനിറ്റ്സിന്റെ സംഭവമാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ജമ്പിങ് സ്ക്വാട്സ് ആണ്. അത് ഇങ്ങനെ വരും. നമ്മൾ ആദ്യമേ ഇങ്ങനെ നേരെ നിൽക്കുക, ഇതുണ്ടോ. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരേ സമയം നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ശരിക്കും ഒരു 25 റെപ്സ് ചെയ്താൽ മതി. 25 എണ്ണം, വെറും 25 എണ്ണം മാത്രം കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡർ മസിൽസ് എല്ലാം ലൂസായി കിട്ടും. ബൈസ്, ട്രൈസ്, ഇവിടെ ഈ ഒരു ഏരിയയിലെ ഒരു പോർഷൻ, ഇവിടുത്തെ ഈ ഒരു വലിവുണ്ടല്ലോ, ഇവിടെയൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ നേരത്ത് ഒന്ന് ലൂസായി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗ്ലൂട്ട്സ്, നമ്മുടെ തൈസ്, ഹിപ്സ്. അപ്പോൾ ഹിപ്സാണ് മെയിൻ. കാരണം നമുക്ക് ആ ഒരു സ്ട്രെച്ച് കിട്ടണം. ഇവിടെ ഈ ഗ്രോയിൻ ഏരിയയിൽ ഇവിടെ നമുക്ക് ആ ഈ ഒരു സ്ട്രെച്ച് നമുക്ക് കിട്ടണം. ഇവിടെ ഒരു വലിച്ചിൽ വരണം. വലിച്ചിൽ എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ഒരിച്ചിരി ഫ്ലെക്സിബിളായി ഇതാണ്. അപ്പം അതെല്ലാം കൂടിയും ചേർത്തിട്ടുള്ളതാണ് ഈ സംഭവം. നമുക്കിത് ഒരു 25 റെപ്സ് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. വെറുതെ ഇരുന്ന് കാണണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലോങ് വീഡിയോസ് എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യാനും കൂടിയാണ്. അപ്പോൾ അതനുസരിച്ച് വീഡിയോ കാണുകയും ചെയ്യാം, അത് കേൾക്കുകയും ചെയ്യാം. ഒരു പ്രോപ്പർ ഗൈഡൻസ് എന്ന പോലെ നിങ്ങൾക്കത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. മനസ്സിലായേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ ഒരു ദിവസത്തെ ഒരു വർക്കൗട്ട് ഞാനവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ സ്റ്റാൻസിലാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നത് 20 to 25 മിനിറ്റ്സ് ഓഫ് വർക്കൗട്ടാണ് ഒരൊറ്റ ദിവസം. ആ സ്റ്റാൻസിൽ മാത്രം. ബോക്സിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സിന്, ബാക്കിയുള്ളവർ അതൊന്നും ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അവർ അത് അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മസിൽസിനെ മൊത്തം കണ്ടീഷനാക്കി എടുക്കുക. നമ്മളറിയത്തില്ല, നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇല്ല, എന്ത് ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടി പോകണം. അതായത് ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് ഒക്കെ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്പോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് നമുക്കിത് ഇത്രയും എഫേർട്ടുള്ള സംഭവമാണോ. ഇപ്പം ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഇതെന്ത് ട്രെയിനിങ് ആണ്, ഇതിലെന്താ ഉള്ളത്, ഇതേ ചുമ്മാ ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഇതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ള മൈൻഡായിരിക്കും. പക്ഷെ അതേസമയം നിങ്ങളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയും കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഈ പുള്ളി എപ്പോഴാണ് നിർത്തുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു പോകും. മനസ്സിലായോ? അപ്പം അത്രയ്ക്ക് നമുക്ക് വ്യത്യാസമുണ്ട്. ഈ പെൻഡുലം സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചാറ് ഊറ്റും. അപ്പം അതുപോലെ തന്നെ ഇതും
നിങ്ങളിപ്പോൾ ഞാനീ പറയുന്നതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണമെന്നല്ല, നിങ്ങളും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് ആദ്യത്തെ ഒരു സംഭവം, ഇതൊരു 25 റെപ്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 25 റെപ്സ് ചെയ്ത് തീർക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഒരു സംഭവമാണ് സ്കിപ്പിംഗ്. സ്കിപ്പിങ്ങിൻ്റെ അകത്ത് ഇതൊരു 600 ഗ്രാംസ്, അതായത് ഏകദേശം ഒരു 1/2 കിലോയിൽ മുകളിൽ വെയിറ്റ് ഉള്ള സ്കിപ്പിംഗ് റോപ്പാണ്. സാധാരണ നോർമൽ റോപ്പ് അല്ല, ഏകദേശം ഒരു 1200 ആ റേഞ്ച് വരും. ബെയറിംഗ്, അതായത് നമ്മൾ നല്ലൊരു സ്കിപ്പിംഗ് റോപ്പ് ചൂസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ബെയറിംഗ് ഉള്ള സ്കിപ്പിംഗ് റോപ്പ് നിങ്ങൾ എടുക്കണം. ഇങ്ങനത്തെ ബെയറിംഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റൊട്ടേഷൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കും. ഇത് പുറകെ തട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഒരെണ്ണം അടിക്കുമ്പോൾ തന്നെ രണ്ടാമത്തത് നമ്മുടെ കയ്യിലധികം എഫേർട്ട് വരാതെ ഈ ബെയറിങ്ങിന്റെ സഹായത്തോടെ ഇത് വീണ്ടും അടിച്ച് മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ഡെക്കാത്തലോണിൽ നിന്നൊക്കെ നമുക്കൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപയിൽ അണ്ടറിൽ നമുക്ക് നല്ലൊരു ഇത് മേടിക്കാം. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെക്കാത്തലോണിന്റെ ഇതാ സ്കിപ്പിംഗ് റോപ്പാണ്. പക്ഷേ നല്ല സാധനമായിരുന്നു, നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ ഏകദേശം ഒരു 4 വർഷം ഉപയോഗിച്ചെന്നു. അതാണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി കൂടി വെയിറ്റ് ഉണ്ട്. ബിഗിനർ ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അല്ലാത്തവർക്ക് ഏത് ഇതിലുള്ളവരാണെങ്കിലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. കാരണം വെയിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറും നമ്മുടെ തൈസ് മസിൽസ്, നമ്മുടെ കാഫ് മസിൽസ് എല്ലാം ഒന്നുകൂടെ ഫേമായി, ഒന്നുകൂടെ ശരിക്കും പറഞ്ഞാൽ മസ്കുലറും കൂടി ആവും. ഒരേ സമയം നമുക്ക് സ്റ്റാമിനയും എൻഡ്യൂറൻസും കയറും. അതിൻ്റെ കൂടെ നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് ടോൺ ആക്കി എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കും എനിക്ക് സ്കിപ്പിംഗ് അറിയത്തില്ല, ഞാനിതെങ്ങനെ ചെയ്യും? സ്കിപ്പിംഗ് അറിയാത്തൊരു സംഭവം ഞാൻ എങ്ങനെ ചുമ്മാ കിടന്ന് ചാടാൻ പറ്റും? ഇത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ ഈ സാധനം, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ക്ലാസ് അടിച്ചത്, ഈ സെയിം സാധനം ഞാൻ എൻ്റെ അനിയൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ചാടിക്കോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് ചാടാൻ അറിയത്തില്ലേ? ചാടിക്കോ, ചാടി പഠിക്കേ, ഇങ്ങനെയല്ല പഠിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ ചാടിക്കോ, സാധാരണ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവൻ ചോദിച്ചു വേണ്ട ഇങ്ങനെ ചാടിയാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും ചാടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമ്മൾ കണ്ടിന്യൂസ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ചാടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ 1 സ്റ്റോപ്പ് ചെയ്യും, അടുത്തതിലേക്ക് റീസെറ്റ് ചെയ്യും, 2 സ്റ്റോപ്പ് ചെയ്യും, റീസെറ്റ് ചെയ്യും, 3. മനസ്സിലായോ? അപ്പോൾ രണ്ടെണ്ണമായി. അപ്പം ഞാനിത് പറഞ്ഞിട്ട് ഇത് അവൻ്റെ കൈ കൊടുത്തു. ഇവൻ ആദ്യമേ ഇങ്ങനെ 1 അടിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രൈ തന്നെ 2 എണ്ണം അടിച്ചു. അപ്പോൾ പുള്ളിക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലായി. പിന്നെ പുള്ളി പെട്ടെന്ന് വന്നപ്പം ഇങ്ങനെ ചാടിപ്പോയി. അത് ഏകദേശം ഒന്ന് മനസ്സിലായി. പിന്നെ പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് ചാടാൻ തുടങ്ങി. പിന്നെ പുള്ളി പറയാ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ അങ്ങ് പോകുക. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ ബെയറിംഗ് ഉള്ളതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ഇതെങ്ങനെ എവിടെ അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറും. ഇച്ചിരി വെയിറ്റ് ഉള്ളവർക്ക്, കാരണം അത്രയും വെയിറ്റ് താങ്ങണമല്ലോ, പെട്ടെന്ന് ചാട്ടം നടക്കത്തില്ല, സ്ലോ ആയിട്ട് ചെയ്താൽ മതി. 10 മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. സ്കിപ്പിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കണ്ടിന്യൂസ്. ശരിക്കും ഈ ഡെക്കാത്തലോണിന്റെ ഒക്കെ സ്കിപ്പിംഗ് റോപ്പ് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 7-8 മിനിറ്റ് കണ്ടിന്യൂസ് വിത്തൗട്ട് ബ്രേക്ക് ചുമ്മാ പൊക്കോണ്ടിരിക്കും. ഇതെനിക്കൊരു 2 മിനിറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരു 1/2 കിലോയിൽ കൂടുതൽ ഉണ്ട് സംഭവം വെയിറ്റ്. നമ്മുടെ ഷോൾഡറും നമ്മുടെ കാലും കയ്യും എല്ലാം നല്ല പോലെ കഴിക്കും. നമുക്ക് പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ തളരും. പക്ഷെ നല്ല ഉഗ്രൻ സാധനമാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെക്കാത്തലോണിൻ്റെ ഇത് വേണമെങ്കിലോ, അല്ലെങ്കിൽ സാധാരണ എവിടെ നിന്ന് ഏത് കിട്ടുന്നോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതും ഒരു 3 മിനിറ്റ്സ് വീതം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറ്റിയ 3 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിഗിനർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് ആണ് ഫുള്ള് ചെയ്യേണ്ടത്. ബ്രേക്ക് ചെയ്ത് ചെയ്തോ. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് ചെയ്ത് ചെയ്യുക. തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ഏകദേശം ഒന്ന് കോൺഫിഡൻസ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ കാലും ഇങ്ങനെ മാറ്റി
നമുക്കിങ്ങനെ കൊടുക്കാം. കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടുമ്പോൾ നമുക്ക് കണ്ട് ഇതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്സ് എല്ലാം ചെയ്യാം. അത് നമുക്ക് ആ ഒരു റിതം കിട്ടും. നമ്മൾ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിതം കിട്ടും. അതുവരെ നമ്മൾ വേണ്ട 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അധികം സ്പീഡൊന്നും വേണ്ട. റിലാക്സ് ചെയ്ത് നല്ലപോലെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. എൻ്റെ കൈയൊക്കെ ഉണ്ടല്ലോ കയറി അങ്ങ് പിടിക്കുക. കാരണം 1/2 കിലോയിൽ മുകളിലാണ് ഇതിൻ്റെ വെയിറ്റ്. സാധാരണ ഉള്ള ഒരു സ്ട്രിങ് അല്ല ഇത്, PVC സ്ട്രിങ്ങാ. ഇത് ഇച്ചിരി വെയിറ്റാ. എന്നിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ചെയ്യാം, പിന്നെ ഇതുപോലെ ചെയ്യാം. നമ്മുടെ ലെഗ്സിന് ഒക്കെ ഒന്ന് ഫ്രീ ആകുന്ന രീതിയിൽ ഇങ്ങനെ സിംഗിൾ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു സെഷൻ, ഇതിൻ്റെ തന്നെ 3 സെഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എത്ര മിനിറ്റ് ആയെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ഒരു 1 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഈ ജോയിൻസിനൊക്കെ നമ്മൾ പഞ്ച് ചെയ്യുമ്പം നമ്മുടെ ജോയിൻസൊക്കെ ഇവിടെയൊക്കെ ശരിക്കും നല്ല ബലം വരും. അപ്പോൾ ഒരുപാട് നമ്മൾ ബലം കൊടുത്ത് ഇങ്ങനെ ക്ലക്ക് എന്ന് പറഞ്ഞ് നമ്മളിത് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ചിലപ്പോൾ ഒരു 3-4 കൊല്ലോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി നല്ല ഏജ്ഡ് ആകും, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ പെയിൻ വരാൻ തുടങ്ങും. ഇവിടെ അപ്പം അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇത് നമ്മളൊരു 5 കൊല്ലം ചെയ്തിട്ട് നിർത്തുന്ന പരിപാടിയല്ലല്ലോ. ഈ സംഭവം ഞാൻ എപ്പോഴാണോ മരിക്കുന്നത് അതുവരെ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. നോ കോംപ്രമൈസ്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ല ഒരു ഓക്കെ ഞാനിത് ടോണായി, 6 പാക്സ് വന്നു, 8 പാക്സ് വന്നു, ഞാനിത് നേരെ പോസ്റ്റ് ചെയ്തു, എല്ലാവരെയും കാണിച്ചു, എല്ലാവരും എൻ്റെ അടുത്ത് അമ്പോ വിളിച്ചു, ഓ വാ നൈസ് ബോഡി മാൻ, ഓ ഇതങ്ങനെ സാധിച്ചു, ഓ നല്ല ട്രാൻസ്ഫോർമേഷൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി പഴയ സ്റ്റേജിലേക്ക് പോകുന്നു, കഴിക്കുന്നു, ആ ഒരു പഴയ ലെവലിലേക്ക് വീണ്ടും വരുന്നു. പിന്നെ പഴയ ഫോട്ടോസ് എല്ലാം ഇരുന്ന് നോക്കിയിരുന്ന് കൊതിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് പോകാതെ ഇത് എങ്ങനെ വന്നു പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ 10 മിനിറ്റ് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വേറെ ഒരു ട്രെയിനിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയും നിങ്ങൾക്ക് ജിം മെമ്പർഷിപ്പ് ഇല്ല, ജിമ്മിൽ പോകാനുള്ള ടൈമില്ല, ട്രെയിൻ ചെയ്യാനുള്ള ടൈമില്ല, നിങ്ങൾക്ക് വേറെ ഒന്നും സെറ്റായി വരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൊരു മൂഡോ ഇതൊന്നും വരുന്നില്ല. സ്കിപ്പിങ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, ഇത് ഒരു 25 എണ്ണം ചെയ്യുക, എന്നിട്ട് ഈ സാധനം ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. 10 മിനിറ്റ് ചെയ്താൽ മതി. ശരിക്കും നമ്മുടെ ബോഡിക്കും ഇതൊരു മൈൻഡ് ബോഡി കോർഡിനേഷൻ, ഈ സംഭവം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു, നമുക്ക് ആ ഒരു നമ്മളിത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഒരു പാളൽ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ വന്നത് ഈ വിരലിനിട്ടടിക്കും. അതാണ് ഈ മിക്ക ഒരു ഷൂസ് ഇട്ട് ചെയ്യുന്നത്. കാരണം ഇത് വന്ന് അടിച്ച് ഈ ഒരു ഫോഴ്സിൽ വന്ന പടയെന്ന് പറഞ്ഞൊരു അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് നഖത്തിന്റെ അവിടെ നിന്ന്, എനിക്ക് ഇവിടെ ഒരു നഖത്തിന്റെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ക്രാക്ക് ഉണ്ട്, ചോര വന്നു. അത് നമ്മളതങ്ങ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ശീലമായി കഴിയുമ്പോൾ പിന്നെ അവിടെ അതങ്ങ് അടികൊണ്ട് അതങ്ങ് റെഡിയാകും. അല്ലാത്തവർക്ക് ഞാൻ പറയുക, ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ വേറെ ട്രെയിനിങ് ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ ഈ ബോക്സിംഗ് സീരീസിലെ തന്നെ ഈ വീഡിയോസ് ഏതെങ്കിലും ഒരെണ്ണം ഇടുക. ഇപ്പം സ്റ്റാൻസ് ആണെങ്കിൽ ഈ സ്റ്റാൻസ് മാത്രം ഒരു ദിവസം ട്രെയിൻ ചെയ്യുക, അടുത്ത ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അല്ലെങ്കിൽ ആ സ്റ്റാൻസും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം, ഇതും വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം. ഏത് ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനെ പറ്റി ഒരു കുന്തോ അറിയാൻ മേലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് സെഷനാണ്. കാരണം വേറെ ആരുടെ ഒരു സഹായമില്ല. ഞാൻ പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസമോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നേരെ കമൻറ്റ് സെക്ഷനിലേക്ക് കമൻറ്റ് അടിക്കുക. ഞാൻ അതനുസരിച്ച് അടുത്ത വീഡിയോയിൽ ഞാനത് സെറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഞാൻ റെഡിയാക്കി തരാം. എനിക്ക് തോന്നുന്നില്ല അധികം വലിയ ആ ഒരു ഇത് വരുമെന്ന്. കാരണം എനിക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്നുള്ളത് ഈ ക്യാമറയുടെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എൻ്റെ ഈ കാല് ബാക്കിലേക്ക് വരുന്നുണ്ട് എന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട്
ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ശരിക്കും അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ സ്റ്റാൻസിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ വരുമ്പം നമ്മുടെ ഈ കാലിൻ്റെ ഏകദേശം ഈ ഒരു ഇതിൻ്റെ പുറകിലായിട്ട് വേണം വരാൻ. നമ്മുടെ ഈ ഫ്രണ്ട് ലെഗിൻ്റെ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് വേണം വരാൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. ട്രെയിനിങ്ങിനെ പറ്റി ഒന്നും അറിയാൻ മേലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. 25 റെപ്സ് ഇത് ചെയ്തതിന് ശേഷം ഈ വീഡിയോ തീരുന്നവിടം വരെ സ്കിപ്പിംഗ് റോപ്പ് എടുക്കുക, സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞു, ഈ ഒരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചുമ്മാ ഇരുന്ന് കേൾക്കാതെ ചെയ്യുക. ഓക്കെ. ഓസ്.